എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ, അതായത് നമ്മുടെ കമ്മോഡിറ്റി സെഗ്മെൻറ്റിൽ വരുന്ന ക്രൂഡ് ഓയിലിൽ നമുക്ക് നല്ലൊരു ട്രേഡ് സെറ്റപ്പ് റെഡിയാക്കി എടുക്കുന്നൊരു പരിപാടിയാണ് നമ്മളത് പറയുന്നത്, ഇൻട്രാഡേ ട്രേഡിങ്. അതായത് കുറേ പേര് എനിക്കറിയാം, നിങ്ങളുടെ കൂട്ടുകാരെല്ലാം കുറേ പേരൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. മിക്കവരും ഇങ്ങനെയാണ്, വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് രാവിലെയുള്ള ട്രേഡുകളൊന്നും അവർക്ക് എടുക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പറ്റുന്നത് എന്താണ്, ഈവനിങ് ഒരു 7 o'clock to 10 PM വരെ ഒരു ട്രേഡ് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി വളരെ നല്ല ഹൈ പ്രോബബിലിറ്റി ഉള്ളത്, അതുപോലെ തന്നെ എത്ര വലിയ ബിഗിനേഴ്സിനായാലും തുടക്കത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ട്രാറ്റജിയാണ് ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. മെയിനായിട്ട് ഞാനത് യൂസ് ചെയ്യുന്ന ക്രൂഡ് ഓയിൽ മാത്രമുണ്ടോ, ക്രൂഡ് ഓയിലിൽ മാത്രമാണ് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി പരീക്ഷിക്കാറ്. അത്യാവശ്യം നല്ല റിസ്ക് റിവാർഡുള്ളൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങളതുകൊണ്ട് മാക്സിമം വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക, ഈ സ്ട്രാറ്റജി ശരിക്കും ഒന്ന് ബാക്ക് ടച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്ന സ്റ്റാർട്ട്, അപ്പോൾ അത്യാവശ്യം നല്ല വിൻ പ്രോബബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളെന്ത് ചെയ്യുക, നേരെ ഡയറക്റ്റ് പോയി ട്രേഡ് ചെയ്യാതെ മാക്സിമം ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ശരിക്കും ഒരു 10-20 ട്രേഡുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പേപ്പർ ട്രേഡ് ചെയ്യുക, ഫ്രണ്ട് പേജിൽ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതിൽ നിങ്ങൾക്ക് ഇതിൽ ഓപ്ഷൻസിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ, ഫ്യൂച്ചറിലുള്ള ഓപ്ഷൻസിലാണ്. കാരണം ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി അധികം മാർജിൻസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നത്, ഞാൻ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചറിലാണ് ഈ ഒരു സ്ട്രാറ്റജി കൂടുതൽ പരീക്ഷിക്കാറ്. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് പോയാലോ. അപ്പോൾ ഈ സ്ട്രാറ്റജിയിലേക്ക് പോകുമ്പോൾ നമുക്ക് 1-2 കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമ്മൾ രണ്ടൊന്ന് മൂവിങ് ആവറേജസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. മൂവിങ് ആവറേജ് അതുപോലെ തന്നെ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്ററാണ് നമ്മൾ മെയിൻ, 2 ഇൻഡിക്കേറ്ററാണ് നമ്മൾ ആകെ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൽ നമുക്കപ്പോൾ ഇതിപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ടാണ്, ഇത് ഒക്ടോബറിലെ ക്രൂഡ് ഓയിലിൻ്റെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. നമുക്ക് കാണുമ്പോൾ അറിയാം ഡൗൺ ട്രെൻഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റർ വന്ന് നമുക്ക് ആദ്യം ആഡ് ചെയ്യേണ്ട ഇൻഡിക്കേറ്ററായ മൂവിങ് ആവറേജിൽ ആഡ് ചെയ്യുക. മൂവിങ് ആവറേജിൽ നിന്ന് അടിക്കുക. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് മൂവിങ് ആവറേജ് ജൂലൈ ജസ്റ്റ് ഒരു മൂവിങ് ആവറേജ്, എക്സ്പോണൻഷ്യൽ അല്ല, ജസ്റ്റ് മൂവിങ് ആവറേജ് കൊടുക്കുക. മൂവിങ് ആവറേജ് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സ്റ്റൊക്കാസ്റ്റിക് നടിക്കുക കേട്ടോ. സ്റ്റൊക്കാസ്റ്റിക് ഈ ഇൻഡിക്കേറ്റർ നമ്മളിതിൽ ആഡ് ചെയ്തു. 1 സെക്കൻഡ്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ 2 ഇതിൽ ആഡ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിൾ, ഇനിയാണ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വീഡിയോ കാണണം കേട്ടോ. ജസ്റ്റ് മൂവിങ് ആവറേജിൻ്റെ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻപുട്ടിൻ്റെ അവിടെ വരിക. അതിനുശേഷം ഈ ലെങ്ത്ത് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ, ജസ്റ്റ് 66 എന്നാക്കുക കേട്ടോ, 6 എന്നാക്കുക. ഓക്കെ കൊടുക്കുക. അതിനുശേഷം സ്റ്റൈലിൻ്റെ അവിടെ വരിക, ഇതൊരു റെഡ് കളർ ആക്കുക കേട്ടോ. എന്ത് ചെയ്യുക, അതിൻ്റെ തിക്കിഷായിട്ട് കുറച്ചൊന്ന് തിക്കിഷാക്കുക. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഇനി അടുത്ത പണി വരുന്നത് എവിടെയാണ്, നമ്മുടെ സ്റ്റൊക്കാസ്റ്റിക്കിലാണ് കേട്ടോ അടുത്ത പണി വരുന്നത്. സ്റ്റൊക്കാസ്റ്റിക്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ അപ്പർ ലിമിറ്റ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിവിടെ അൺടിക്ക് ചെയ്യാണ്. അൺടിക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിത് മാക്സിമം ഈ ഒരു പേഴ്സണൽ ലൈൻ മാത്രം നമുക്ക് മതി, ബാക്കിയെല്ലാം നമ്മൾ അൺടിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഇൻപുട്ടിൻ്റെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, 14 to 3 എന്നടിക്കുക. 14 to 3 എന്നടിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതങ്ങ് അൺടിക്ക് ചെയ്താൽ ഈ പേഴ്സൻറ്റ് ഡെൽറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ടത് ഇവിടെ, ഈ ഒരു സംഭവം കൊണ്ട് പേഴ്സൻറ്റ് ഡെൽറ്റ ഇത് അൺടിക്ക് ചെയ്തേക്കാം കേട്ടോ. ഇതങ്ങ് ജസ്റ്റ് ഇത് നമുക്ക് ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, 75 എന്നാക്കുക. മറ്റെന്ത് ചെയ്യുക, 35 എന്നാക്കി കൊടുക്കുക. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇത്ര മാത്രമേ നമ്മുടെ ഇൻഡിക്കേറ്ററിലുള്ളൂ. ഈ %K എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഈ %K എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഇത്തിരി ഒന്ന് തിക്കിഷാക്കിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഞാൻ തിക്കിഷാക്കി ഇതൊരു ബ്ലാക്ക് കളർ കൊടുത്തു. അതിനുശേഷം ഈ അപ്പർ ലിമിറ്റിൻ്റെ അടുത്തുള്ള ഇതൊരു ലൈൻ കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ലോവർ ലിമിറ്റിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൈൻ കൊടുക്കുക. ഈ ലൈൻ്റെ മുകളിലുള്ള ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, റെഡ് കളർ കൊടുക്കുക. ഈ താഴെയുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഗ്രീൻ കളർ കൊടുക്കുക. ഗ്രീൻ കളർ കൊടുത്തേക്കുക. ഇത്ര മാത്രം നിങ്ങൾ ചെയ്യുക, മനസ്സിലായില്ലേ? ഗ്രീൻ കളറൊക്കെ വേണമെങ്കിൽ ഇത് ഇത്തിരി തിക്കിഷാക്കി കൊടുത്തോ, കുഴപ്പമില്ല കേട്ടോ. കുറച്ച് തിക്കിഷാക്കി കൊടുക്കുക, കുറച്ചുകൂടി നല്ല, നിങ്ങൾക്ക് കാണാൻ കുറച്ച് നല്ല ഭംഗിയാണ്. ഇത്ര മാത്രം ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ ഒരു ചാർട്ട് സെറ്റപ്പ് റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. അതായത് നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്തത്, 66 മൂവിങ് ആവറേജ്, അതുപോലെ തന്നെ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഇതിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 ഇൻഡിക്കേറ്ററാണ് നമ്മൾ ആഡ് ചെയ്തത്. അതിനുശേഷം ഇൻഡിക്കേറ്ററിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്തു, സെറ്റിങ്സിൻ്റെ അവിടെ വന്നിട്ട് സ്റ്റൊക്കാസ്റ്റിക് ഇൻപുട്ടിൻ്റെ അവിടെ 14 to 3 എന്ന് കൊടുക്കുക. 14 to 3. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റൈലിൻ്റെ അവിടെ വന്നിട്ട് ഈ ഒരു %K എന്നുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം അപ്പർ ലിമിറ്റ് 75 ലോവർ ലിമിറ്റ് 35 ആക്കിയിട്ട് ഓക്കെ കൊടുക്കുക. ഇത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇനി നമ്മുടെ ട്രേഡ് സെറ്റപ്പ് എങ്ങനെയാണ് വന്നത് നോക്കാം. ശ്രദ്ധിച്ച് മനസ്സിലാക്കി. ഇനിയാണ് അതിൻ്റെ കീ ഫാക്ടേഴ്സ് വരുന്നത് കേട്ടോ. നമുക്ക് ട്രേഡ് സെറ്റപ്പ് എപ്പോഴും ഈ ക്രൂഡ് ഓയിൽ വരുന്ന സമയത്ത് നമ്മുടെ സെല്ലിംഗ് എൻട്രിയാണ് വരുന്നതെങ്കിൽ നമുക്കിതിൽ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
നമ്മുടെ 66 മൂവിങ് ആവറേജ് എപ്പോഴും സ്ലോപ്പ് ഡൗൺ ആയി താഴേക്ക് വേണം. സ്ലോപ്പ് ഡൗൺ ആയി താഴേക്ക് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു സെൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുട്ട് ഓപ്ഷൻ ഇതിനകത്ത് ബൈ ചെയ്യാം. പുട്ട് ഓപ്ഷൻ എന്ത് ചെയ്യാം, ഇതിനകത്ത് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ഏത് സാഹചര്യത്തിൽ ബൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കാരണം ഒരു മൂവിങ് ആവറേജ് മാത്രം നമുക്ക് ഇതിനകത്ത് ഒന്നും നടക്കില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഇപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഈ ഒരു ഏരിയയിൽ നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ ഫ്യൂച്ചറിൻ്റെ ഒക്ടോബർ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഇവിടെ വന്നു. അതിനുശേഷം കറക്റ്റ് ഈ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസ് തട്ടിക്കഴിഞ്ഞു. റെസിസ്റ്റൻസ് തട്ടിക്കഴിഞ്ഞാൽ എന്ത് ശേഷം എന്ത് സംഭവിച്ചു, നമ്മുടെ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ നേരെ എന്ത് ചെയ്തു, നേരെ 80 എബവ് പോയി. 80 എബവ് ഹയറിലേക്ക് പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് 75 ബിലോയിലേക്ക് ഇത് ക്ലോസ് ചെയ്യും. മനസ്സിലായോ? 75 ബിലോയിലേക്ക് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഏരിയയിൽ നമുക്കൊരു കൃത്യമായത് ഇവിടെ ഒരു ട്രേഡ് കാണാം. അവിടെ നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് ഏകദേശം എത്ര ശതമാനം റിട്ടേൺ കിട്ടി ഇവിടെ, ഈ ഒരു ലോ വരെ നല്ല രീതിയിൽ ക്രൂഡ് ഓയിൽ താഴെ വന്നു. മനസ്സിലായി? ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ കേട്ടോ. ഞാൻ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. അതായത് ക്രൂഡ് ഓയിലിൻ്റെ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് നേരെ ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഇതുപോലെ മുകളിലേക്ക് പോയി 80 എബവ് പോകും. 80 എബവ് പോയി കറക്റ്റ് ഈ 66 EMAയുടെ അടുത്ത് വരും. അടുത്ത് വന്നതിന് ശേഷം എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് തട്ടി വരുന്ന ആദ്യത്തെ റെഡ് ക്യാൻഡിൽ, ശ്രദ്ധിച്ച് ചെയ്യണം, ആദ്യത്തെ റെഡ് ക്യാൻഡിൽ എന്ത് ചെയ്യുന്നു, നേരെ ഇതിനെ സപ്പോർട്ട് എടുത്ത് നേരെ ഈ നമ്മുടെ 66 EMAയുടെ അടുത്ത് വരുമ്പോൾ റെഡ് ക്യാൻഡിൽ ഫോം ആവും. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ ഈ വരച്ചിട്ടിരിക്കുന്ന ലൈനുകളുണ്ട്, സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്ററിലെ ലൈൻ മുകളിൽ പോയിട്ട് നേരെ താഴേക്ക് വരും. ആ വരുന്നത് നേരെ 75 അപ്പർ ലിമിറ്റ് 75 താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം കേട്ടോ. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, മിനിമം ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1:2 വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഹോൾഡ് ചെയ്യാം. ഓക്കെ അല്ലേ? വെരി സിമ്പിൾ സ്ട്രാറ്റജി അല്ലേ? വളരെ വളരെ സിമ്പിൾ സ്ട്രാറ്റജി അല്ലേ? ഇനി അടുത്തൊരു സെറ്റപ്പ് നോക്കാം. ഇതിൻ്റെ അകത്തിന് അടുത്തൊരു സെറ്റപ്പ് നമുക്ക് നോക്കാം. നേരെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു സെറ്റപ്പ് നമുക്ക് നോക്കാൻ നേരത്തെ ഇവിടെ നോക്കട്ടോ. ഈ ഒരു ഏരിയയിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ ഇതുപോലെ തന്നെ നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് നേരെ മുകളിൽ പോകുന്നു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ മുകളിൽ പോകുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ 60 CMA നേരെ താഴെയാണ് കേട്ടോ, നേരെ താഴേക്കാണ്. അതായത് ഇങ്ങനെ ഒരു സ്ലോപ്പ് ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. സ്ലോപ്പ് ഡൗൺ ആയിട്ടിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്സിമം നമ്മൾ സെൽ എൻട്രി ആയിരിക്കണം പ്രിഫർ ചെയ്യേണ്ടത്. സെൽ എൻട്രി മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. നമ്മൾ എന്ത് ചെയ്യാൻ പ്രിഫർ ചെയ്യാവുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ മുകളിലേക്ക് പോയതിന് ശേഷം നേരെ നമ്മൾ എന്ത് ചെയ്യുക, ചാർട്ടിൽ നോക്കുക. ചാർട്ട് നോക്കിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നേരെ ഈ ഒരു 66 EMAയുടെ അടുത്ത് നേരെ പ്രൈസ് വരും. ഈ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ക്രൂഡ് ഓയിലിൽ വരുന്ന ശേഷം എന്ത് സംഭവിക്കുന്നു, ഫസ്റ്റ് വരുന്ന റെഡ് ക്യാൻഡിൽ, ഫസ്റ്റ് താഴേക്ക് ക്ലോസ് ചെയ്യുന്ന ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ നേരെ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റൊക്കാസ്റ്റിക്സിൽ നോക്കുക. ഈ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്ററിൽ നോക്കുമ്പോൾ എവിടെയാണ് ഇത് 75 ബിലോയിലേക്ക് ക്ലോസ് ചെയ്യുന്നത്, ഇത് 75 ബിലോയിലേക്ക് ക്ലോസ് ചെയ്യുന്നത് എവിടെയാണോ അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, സെല്ല് ചെയ്യാണ്. ഈ ഇത് നോക്കിക്കോളൂ. നമുക്കവിടെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഇവിടെയാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് എന്ത് സംഭവിച്ചു, ഇവിടെ എത്ര ശതമാനം കണ്ടോ, ഇവിടെ നേരെ നല്ല രീതിയിൽ ക്രൂഡ് ഓയിൽ താഴെ വന്നു. നിങ്ങൾക്ക് പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള, വളരെയധികം മാർക്കറ്റിൽ ഒരു 80 to 85% പ്രോബബിലിറ്റി ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത് കേട്ടോ. കാരണം വളരെയധികം നല്ല പ്രോബബിലിറ്റി ഉള്ള ഒരു ക്രൂഡ് ഓയിൽ സ്ട്രാറ്റജിയാണിത്. അത്യാവശ്യം ഞാൻ പരീക്ഷിക്കുന്ന സ്ട്രാറ്റജിയാണ്. ഇനി അടുത്തൊരു ഏരിയ നോക്കാം. ഈ ഒരു ഏരിയ നോക്കാം. പക്ഷേ ഇത് മുകളിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, വേറൊരു കണ്ടീഷൻ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴും നമ്മൾ 66 EMA ഈ ഒരു ലൈൻ ഇങ്ങനെയാണ് പോകുന്നത് എങ്കിൽ നമുക്ക് എന്താണ്, നോ ട്രേഡാണ്. അതായത് മാർക്കറ്റ് ഒരു സൈഡ് വേസ് ആയിരിക്കും. മനസ്സിലായോ? അതായത് എപ്പോഴും ഈ ഒരു ഡയറക്ഷനിൽ നേരെയാണ് പോകുന്നത്. ഈ ഒരു ഇവിടെ കണ്ടോ, ഇത് നേരെയല്ലേ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ നോ ട്രേഡ് സോണാണിത്. ഇവിടെ നമുക്ക് ട്രേഡ് ഇല്ല. എപ്പോഴും സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ നമ്മുടെ മൂവിങ് ആവറേജ് താഴേക്കാണ് വരുന്നതെങ്കിൽ നമുക്കൊരു സെൽ എൻട്രിയും, അതേസമയം നമ്മുടെ മൂവിങ് ആവറേജ് 66 എപ്പോഴും മുകളിലേക്കാണ് പോകുന്നത്. ഒരു സ്ലോപ്പ് അപ്പ് ആണെങ്കിൽ നമുക്ക് എന്താണ്, ഒരു ബൈ എൻട്രിയും. അതുപോലെ നമ്മുടെ മൂവിങ് ആവറേജ് ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നെങ്കിൽ നമുക്ക് എന്താണ്, നോ ട്രേഡാണ്. അതൊരു സൈഡ് വേസ് സോണാണ്. നമ്മുടെ സൈഡ് വേസിലായിരിക്കും ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ബൈ എൻട്രി നോക്കാം. ബൈ എൻട്രി കൺസിഡർ ചെയ്യാം. ഈ ബൈ എൻട്രി എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇവിടെ കണ്ടോ, സൈഡ് വേസ് ആണ്, നേരെയാണ്. ബൈ എൻട്രി നമുക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ നമ്മൾ നേരെ പ്ലോട്ട് ചെയ്യുന്നു, മാർക്കറ്റിൽ പ്ലോട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെയാണ് ബൈ എൻട്രി വരുന്നത്, നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സെൽ എൻട്രി പ്രിഫർ ചെയ്യും. ഇനി നമുക്ക് ബൈ എൻട്രി എങ്ങനെയാണ് വരുന്നത്, ഇതുപോലെ തന്നെ നമ്മുടെ മൂവിങ് ആവറേജ് 66 സ്ലോപ്പ് അപ്പ് ആയിരിക്കും. പ്രൈസ് നേരെ പോയിട്ട് എന്ത് ചെയ്യും, ഈ മൂവിങ് ആവറേജ് തൊട്ടടുത്ത് വരും. മനസ്സിലായോ? തൊട്ടടുത്ത് പ്രൈസ് വരും. ആ സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ 35 എബോവിലേക്ക് ക്ലോസ് ചെയ്യും. കണ്ടോ, ഇവിടെ കണ്ടോ, 35 എബോവിലേക്ക് ക്ലോസ് ചെയ്യും. പ്രൈസ് ഇവിടെ വന്ന് ഫസ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഈ സപ്പോർട്ടിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യും, നേരെ മുകളിലേക്ക് പോകും.
നേരെ മുകളിലേക്ക് പോകും. ഇവിടെ നമ്മുടെ ടാർഗറ്റ് എത്രയാണ്? 1:2 മിനിമം നമ്മൾ ബുക്ക് ചെയ്തോളാം. മാക്സിമം പ്രോഫിറ്റ് റൈഡ് ചെയ്ത് പിടിച്ചോളാം നിങ്ങൾ ആ ടൈമിൽ. മാക്സിമം നിങ്ങളുടെ പ്രോഫിറ്റ് റൈഡ് ചെയ്ത് ബുക്ക് ചെയ്തോളാം. മനസ്സിലായോ? ഞാനത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. എവിടെയാണ് സംഭവിച്ചത് നോക്കാം. കറക്റ്റായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചിട്ട് കണ്ടോ. കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഹൈയിലാണ് നമുക്ക് എന്ത് വരുന്നത്? എൻട്രി വന്നത്. കണ്ടോ? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നേരെ നമ്മുടെ റെഡ് ക്യാൻഡിലിൻ്റെ ഈ ഒരു മുകളിലാണ് നമുക്ക് എൻട്രി വന്നത്. അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ എത്ര ശതമാനം മുകളിൽ കയറി? കണ്ടോ? എത്ര പോയിൻറ്റ്സ് നമുക്കവിടെ കിട്ടി? ഒരു ദിവസം ഒരു 32 പോയിൻ്റൊക്കെ കിട്ടുക മീൻസ് ഒരു പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ 100 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതായത് 3200 രൂപ. 32 പോയിന്റ് എന്ന് പറഞ്ഞാൽ 30 പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ 3000 രൂപ. 2 പോയിന്റ് 32, അതായത് 3200 രൂപ നമ്മൾ അപ്പം തന്നെ പോക്കറ്റ് വീണ. ഒരു ദിവസം ഈവനിങ്ങിൽ നമ്മൾ ഉണ്ടാക്കുന്ന കാശാണ്. മിനിമം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് നിങ്ങൾക്കൊരു എത്ര വേണം? ഒരു 40K 50K ഒക്കെ ക്യാപിറ്റലുള്ള ആൾക്കാർക്ക് ഈസിയായിട്ട് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് കേട്ടോ ഇത്. നമുക്ക് അടുത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അടുത്ത ഏരിയയിലൊക്കെ എന്താണ്? നമുക്ക് കുറേ ഏരിയയിൽ ഇത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഏരിയയിൽ ഞാൻ ഈ സാധനം കാണിച്ചു തരാം. ഇഷ്ടംപോലെ ഏരിയയിൽ ഇഷ്ടംപോലെയാണ്. ഇവിടെ കണ്ടോ? ഇവിടെ ചില സ്ഥലത്തൊക്കെ സ്റ്റോപ്പ് ലോസ് ഒക്കെ വരും. നിങ്ങൾ പേടിക്കണ്ട, ഡോൺ വറി. സ്റ്റോപ്പ് ലോസ് ഒക്കെ സർവ്വസാധാരണമാണ്, പേടിക്കണ്ട. പക്ഷേ എന്നാലും കൂടുതലും ടാർഗറ്റ് ആയിരിക്കും അടിക്കുക, പേടിക്കണ്ട. ഈ ഒരു ഏരിയയിൽ നോക്കാം. ഈ ഒരു ഏരിയയിൽ നമ്മുടെ മൂവിങ് ആവറേജ് സ്ലോപ്പ് അപ്പാണ് കണ്ടോ. മൂവിങ് ആവറേജ് സ്ലോപ്പ് അപ്പാണ് കണ്ടോ. ആ ഏരിയയിൽ നമ്മുടെ പ്രൈസ് മുകളിലേക്ക് പോയി. താഴെ വന്നതിന് ശേഷം എന്ത് ചെയ്തു? ഈ പ്രൈസ് നേരെ ഈ നമ്മുടെ 66 EMA അടുത്ത് വന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ 35 പോയിലേക്ക് ക്ലോസ് ആയി കണ്ടോ. നേരെ എന്ത് ചെയ്തു? അവിടെ നിന്ന് പ്രൈസ് നേരെ മുകളിലേക്ക് പോയി കണ്ടോ. കൃത്യമായി ഈ 66 EMA തന്നെ കൊടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? കാണാം. നേരെ ഈ ഏരിയ ഞാൻ മാർക്ക് ചെയ്ത് നോക്കിയാണ് കേട്ടോ. ഈ ഏരിയയിൽ നിന്ന് എത്ര ശതമാനം നമുക്ക് റിട്ടേൺ കിട്ടി? നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾ ബാക്ക് ടച്ച് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നേരെ ബ്ലൈൻഡ് വേർഡ് 23 പോയിന്റ് 2300 രൂപ. വളരെ ഈസി ആയിട്ട് നമ്മളൊരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്ന കാശാണ്. മനസ്സിലായോ? ഇനി അടുത്ത ഏരിയ നോക്കാം. നമുക്ക് ഈ അടുത്തൊരു ഏരിയ നമുക്ക് നോക്കാം. അടുത്ത ഏരിയയിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തോട്ടെ. ഇനി അടുത്തൊരു ഏരിയയിൽ അപ് ട്രെൻഡ് നടക്കുന്ന അടുത്തൊരു ഏരിയ. ഓക്കെ ഫൈൻ. ഈ ഒരു ഏരിയയിൽ നോക്കിക്കോട്ടെ നിങ്ങൾ. ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഇവിടെ ഈ ഒരു ഏരിയ. ഓക്കെ, ഇവിടെ നേരെ പ്രൈസ് എന്താണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്? എന്താണ്? നമ്മുടെ മൂവിങ് ആവറേജ് അപ്പാണ്. അതായത് ബൈ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. മൂവിങ് അപ്പാവ് നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഈ മൂവിങ് ആവറേജ് നേരെ പ്രൈസ് ഇതിൻ്റെ മൂവിങ് ആവറേജിൻ്റെ തൊട്ടടുത്ത് വരുന്ന സപ്പോർട്ട് എടുക്കുന്നു. 66 EMA മൂവിങ് ആവറേജ് തൊട്ടടുത്ത് സപ്പോർട്ട് എടുക്കുന്നു. ആ ടൈമിൽ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ 35 എബോവിലേക്ക് ക്ലോസ് ആവണം കേട്ടോ. ഇനി ഞാൻ ആ ലൈനൊന്ന് കൃത്യമായി ഇവിടെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കൃത്യമായിട്ട് ഇവിടെ മാർക്ക് ചെയ്യാണ്. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഈ ഏരിയ മാർക്ക് ചെയ്തു കണ്ടോ. ഇവിടെ നിന്ന് എത്ര ശതമാനം നമുക്ക് റിട്ടേൺ കിട്ടി? എത്ര പോയിൻറ്റ്സ് കിട്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏകദേശം 44 പോയിൻറ്റ് 4500 രൂപ പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 4500 പ്രോഫിറ്റ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തൊരു ഏരിയ നമുക്ക് നോക്കാം. നമ്മൾ കുറേ ഇങ്ങനെ ബാക്ക് ചെയ്ത് കാണിച്ചിട്ട് ഇഷ്ടംപോലെ ഏരിയയിൽ ഇത് സ്ഥിരം വർക്ക് ചെയ്യുന്നവരാണ്. സ്ഥിരം പേപ്പർ ട്രേഡ് ചെയ്യുന്നൊരു കാര്യം കേട്ടോ. സ്ഥിരം അതായത് ട്രേഡിങ് നല്ല, അതായത് നിങ്ങൾ പ്രോബബിലിറ്റി കൂടുതലുള്ള ഏരിയയിൽ എടുക്കണം കേട്ടോ. കാണാം ഈ ഒരു ഏരിയ കണ്ടോ. ഇവിടെ കണ്ടോ ഈ ഒരു ഏരിയയിൽ എന്താ സംഭവിക്കുന്നു? നല്ല സ്ലോപ്പ് അപ്പായിരിക്കണം. സൈഡ് വേസ് പോകുന്ന ഏരിയ നിങ്ങൾ എടുക്കരുത്. മാക്സിമം നിങ്ങൾ ഈ സ്ലോപ്പ് അപ്പ്, അതായത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സ്ലോപ്പ് ഡൗൺ ആണെങ്കിൽ സെല്ലും, സ്ലോപ്പ് അപ്പ് ആണെങ്കിൽ വൈകുന്നത്. ഇപ്പോൾ ഈ ഒരു ഏരിയ ഉണ്ടോ? ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സൈഡ് വേസ് ആണ്. ഇവിടെ നമ്മൾ എൻട്രി ഇല്ല, നമുക്ക് ട്രേഡ് ഇല്ല, നോ ട്രേഡ് സോൺ ആണിത്. മനസ്സിലായി? അപ്പോൾ അവിടെ നിങ്ങൾ എൻട്രി എടുത്ത് വെറുതെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കൊണ്ട് മാർക്കറ്റിന് കൊടുക്കരുത്. കണ്ടോ ഇവിടെ കണ്ടോ. കൃത്യമായി നോക്ക്. കൃത്യമായുള്ള എത്ര എൻട്രികൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇതിവിടെ നോക്ക്. എവിടെ സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ മൂവിങ് ആവറേജ് താഴെ വരെ മാത്രം നിങ്ങൾ എൻട്രി എടുക്കാറുള്ളൂ എപ്പോഴും. ഇതിവിടെ നിങ്ങൾ നോക്കിക്കോളൂ. ഈ ഒരു ഏരിയയിൽ വന്നു, മാർക്കറ്റ് വന്നു, നമ്മുടെ സ്റ്റൊക്കാസ്റ്റിക് മുകളിലേക്ക് കയറിപ്പോയി. അതിനുശേഷം ഏത് സമയത്താണ് പ്രൈസ് ഈ 66 EMA താഴേക്ക് ക്ലോസ് ചെയ്യുന്നത്, ആ സമയത്ത് തന്നെ നമ്മുടെ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ 74, അത് മുകളിൽ നിന്ന് കാണിക്കുന്നത് 75 ബിലോയിലേക്ക് വരുന്ന എപ്പോഴാണോ നമ്മളവിടെ എന്ത് ചെയ്യണം? ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങുകയാണ്. മനസ്സിലായില്ലേ? ഒരു പുട്ട് ഓപ്ഷൻ നമ്മളിവിടെ വാങ്ങുകയാണ്. നേരെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സെല്ല് ചെയ്യണം. സെല്ല് ചെയ്തിട്ട് നമുക്ക് എത്ര പോയിൻറ്റ്സ് ഇവിടെ കിട്ടി? ഏകദേശം ഇവിടെ നിന്ന് എത്ര രീതിയിൽ വന്നു? നല്ല രീതിയിൽ താഴെ വന്നു. 65,000 പ്രോഫിറ്റ് കിട്ടി. ഈ സെല്ല് ചെയ്ത് ഇവിടെയാണ് നമ്മൾ സെല്ല്. താഴെ വേണം കേട്ടോ നമ്മൾ സെല്ല്. താഴെ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ സെല്ല് ചെയ്യാവുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് തൊട്ട് പ്രീവിയസ് സ്കാനിൻ്റെ ഹൈ നേരെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഇവിടെ സെല്ല് ചെയ്യണം. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കണം. ഈ ഒരു ഏരിയയുടെ മുകളിൽ കാണും സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ടാർഗറ്റ് എവിടെ വേണം? 1:2. മിനിമം ടാർഗറ്റ് 1:2. നിങ്ങൾ മാക്സിമം ഇതിൻ്റെ അകത്ത് റൈഡ് ചെയ്ത് പിടിച്ചോളാം. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കയറ്റി ട്രെയിൽ ചെയ്തിട്ടോളാം കേട്ടോ. 1:2, 5 അല്ല 1:2 മിനിമം റിസ്ക് എടുക്കുക. ക്രൂഡ് ഓയിലാണ് ഭയങ്കര വളർച്ചയിലാണ്. 1:2 മിനിമം ബുക്ക് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തോളൂ നിങ്ങൾ. അത് ഈസി സംഭവമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഏരിയ നോക്കാം. ഇനി അടുത്ത നമുക്ക് ട്രേഡ് എവിടെയാണ് നോക്കാം. പിന്നെ അടുത്തൊരു കാര്യം, നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ഓപ്ഷൻ്റെ പ്രീമിയം സെലക്ട് ചെയ്യും. എപ്പോഴും ഈ ക്രൂഡ് ഓയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കണ്ടോ എപ്പോഴും അറ്റ് ദ മണി അല്ലെങ്കിൽ ഇൻ ദ മണി കോൾ ഓർ പുട്ട് ഓപ്ഷൻ മാത്രം നിങ്ങൾ സെറ്റ് ചെയ്യുള്ളൂ. കണ്ടോ ഇവിടെ കണ്ടോ ഈ ഒരു ഏരിയ കണ്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ കണ്ടോ. അത് 12K 13K
85K, ഇവിടെയാണെങ്കിൽ 3 ലാക്ക് 2 ലാക്ക് 3 ലാക്കൊക്കെ വോളിയുണ്ട്. അപ്പോൾ മാക്സിമം ലിക്വിഡ് ആയിട്ടുള്ള ഓപ്ഷൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പുട്ടായാലും കോളായാലും സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ചില ഓപ്ഷനൊക്കെ ഇത് എൻട്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, ലിക്വിഡിറ്റി കുറവായിരിക്കും. അപ്പോൾ ലിക്വിഡിറ്റി കുറവ് ഒരിക്കലും നമ്മൾ സെലക്ട് ചെയ്യാനോ പാടില്ല. ലിക്വിഡിറ്റി കുറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈസ് മുകളിലേക്ക് കയറിപ്പോവും, പക്ഷേ ഓപ്ഷൻ്റെ പ്രീമിയം മൂവ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാക്സിമം അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഏരിയയിൽ നമുക്ക് ഉണ്ടോ നോക്കാം. എൻട്രി വരുന്നത് അതെ അടുത്തൊരു ഏരിയ, ഇവിടെ ടച്ച് ചെയ്തിട്ടില്ല, പക്ഷേ ഇവിടെ സ്റ്റൊക്കാസ്റ്റിക് ഇവിടെ വന്നിട്ടില്ല. ഇവിടെ നമുക്ക് എൻട്രി ഇല്ല കേട്ടോ. എൻട്രി നമുക്ക് മിക്ക ഒരു ഇതാണ്, ഇവിടെയൊക്കെ സൈഡ് വേസ്, കംപ്ലീറ്റ് സൈഡ് വേസേ. അടുത്തൊരു എൻട്രി നോക്കിക്കോട്ടോ, ഒരു ബൈ എൻട്രി വേണ്ടത്. ഇവിടെ മാർക്കറ്റ് അപ് ട്രെൻഡാണ്, മാർക്കറ്റ് അപ് ട്രെൻഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. 66 CMA നമ്മുടെ അപ് ട്രെൻഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ 66 നമ്മുടെ പ്രൈസ് ഡയറക്റ്റ് നമ്മുടെ 66 CMAയുടെ 66 EMAയുടെ തൊട്ടടുത്ത് തരും. അടുത്ത് വന്നതിന് ശേഷം എന്ത് സംഭവിക്കും, ജസ്റ്റ് നമ്മുടെ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ 35യുടെ മുകളിലേക്ക് കട്ട് ചെയ്യും. ഇവിടെയാണ് 35യുടെ എബോവിലേക്ക് കട്ട് ചെയ്തത്. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പുട്ട് ഓപ്ഷൻ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാണ്. 1:2 നമ്മൾ മിനിമം ബുക്ക് ചെയ്യാണ് കേട്ടോ. 1:2 ഇവിടെ നിന്ന് നേരെ ബുക്ക് ചെയ്യാണ്. എത്ര പോയിന്റ്, 74 പോയിന്റ്, അതായത് 7400 റുപ്പീസാണ്. അതായത് ഒരു പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ 100 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. 74 പോയിന്റ്സാണ് ഇവിടെ മൂവ്മെൻറ്റ് കിട്ടിയത്. അതായത് 74 പോയിന്റ് 7400 നമ്മുടെ പോക്കറ്റിൽ വീണ് കഴിഞ്ഞു. ഓക്കെ, വളരെ സിമ്പിളായിട്ട് സ്ട്രാറ്റജിയാണ്. ബിഗിനേഴ്സിനൊക്കെ വളരെയധികം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. ചില എടുത്ത് സ്റ്റോപ്പ് ലോസ് വീഴും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ഭൂരിഭാഗം മിക്കതും ടാർഗറ്റ് അടിക്കാറുണ്ട് ഈ കേസിൽ. അടുത്തൊരു എൻട്രി, ഇവിടെ സ്റ്റോപ്പ് അപ്പായി വരുന്നേ ഉള്ളൂ. ഈ ഏരിയ സ്റ്റോപ്പ് അപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഏരിയയിൽ വന്നതിന് ശേഷം ഇത് അടി പോയി നേരെ നമ്മുടെ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്ററുടെ മുകളിൽ കയറി നേരെ സപ്പോർട്ട് എടുത്തു, മുകളിൽ കയറി എത്ര പോയിന്റ് കിട്ടി ഇവിടുന്ന്, നല്ല രീതിയിൽ കയറി പോയി. 103 പോയിന്റ്, 10,000 രൂപ പ്രോഫിറ്റാണ് നമുക്ക് എന്ത് ചെയ്ത് കിട്ടുന്നത്. ഇത്രയും വരെ റൈഡ് ചെയ്യാൻ ഞാൻ പറയില്ല. മിനിമം 5,000 രൂപയൊക്കെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്ത് മുകളിലേക്ക് ഇടുക കേട്ടോ. അല്ലെങ്കിൽ വൻ പണി കിട്ടും. കാരണം വെച്ചാൽ പിന്നെ താഴേക്ക് പുൾ ബാക്ക് എടുത്താൽ എല്ലാ പ്രോഫിറ്റ് ഒരിക്കലും നമ്മൾ മാർക്കറ്റിന് കൊടുക്കാണ്ടിരിക്കുക മാക്സിമം. ഓക്കെ അല്ലേ, ഇതൊരു സിമ്പിൾ സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ബാക്ക് ടച്ച് ചെയ്ത് നോക്കുക. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എപ്പോഴും നിങ്ങൾ ബൈ എൻട്രി എടുക്കുന്ന സമയത്ത് ഈ 66 CMA അപ്പാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ കൺസിഡർ ചെയ്യുക. മനസ്സിലായില്ലേ, അത് താഴേക്കാണ് വരുന്നത്. സ്ലോപ്പ് ഡൗൺ ആണെങ്കിൽ എന്ത് ചെയ്യുക, സെല്ല് മാത്രമേ എടുക്കാവുള്ളൂ. ഇതിനകത്ത് ബൈ ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പാടില്ല, എത്ര ബുള്ളിഷ് ആണെങ്കിലും. അതേസമയം ഈ 66 CMA ഇങ്ങനെ സൈഡ് വേസിൽ പോകുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സൈഡ് വേസ് ആയിരിക്കും മാർക്കറ്റ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുക, ബൈയോ സെല്ല് കൊടുക്കരുത്, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. നമുക്ക് ഒരിക്കലും ഓപ്ഷൻ സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. ഓപ്ഷൻ സെല്ല് ചെയ്ത് ക്രൂഡ് ഓയിൽ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. നോ ട്രേഡ് ഡേ ആണത്. ഓക്കെ, നോ ട്രേഡ് ഈസ് എ ബെസ്റ്റ് ട്രേഡ്. ഓക്കെ, അത് ട്രേഡ് ചെയ്യാൻ പറ്റാണെങ്കിൽ ഒരു മെച്യൂർ ട്രേഡ് എന്താ ചെയ്യേണ്ടത്, നല്ല ട്രേഡ് ഇല്ലാത്ത ദിവസം മാറി നിൽക്കുക. അത്രമാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങളൊന്ന് ബാക്ക് ടച്ച് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള സ്ട്രാറ്റജികൾക്ക് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യാൻ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.